പഴകിയുണ്ടായിരുന്ന എല്ലാ പച്ചക്കറികളും മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ കുറേ പച്ചക്കറികൾ നട്ടു. ഇതെല്ലാം ക്യാരറ്റാണ് നട്ടിട്ടുള്ളത്. ക്യാരറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, നേരത്തെ കുറേ ക്യാരറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കാന്താരി മുളക്, പിന്നെ വെണ്ട, ഇതെല്ലാം മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നതെല്ലാം മീൻസ് ഒരു 2-3 മാസത്തെ കാലാവധി കഴിഞ്ഞു, എല്ലാം പോയതുകൊണ്ട് അതെല്ലാം മാറ്റിയിട്ട് പുതിയത് നട്ടു. പിന്നെ പാവലും പടവലവും, പാവലാണ് കൂടുതൽ നട്ടത്, കാരണം പാവൽ കഴിഞ്ഞ് ഈ സീസണിൽ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പാവലൊക്കെ മാറ്റി വെച്ചു. ഇവിടെ കിടന്ന് ഉണങ്ങിയതെല്ലാം മാറ്റിയിട്ട് പുതിയ പാവലുകളെല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ നമുക്ക് തൈക്ക് വേണ്ടി അല്ലെങ്കിൽ വിത്തിന് വേണ്ടി നിർത്തിയേക്കുന്ന പാഷൻ ഫ്രൂട്ട് ഉണ്ട്. റോസ് കളറാണെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കാരണം നമുക്ക് അവിടെ ഉള്ളൂർ യെല്ലോ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ യെല്ലോ ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ റോസ് പാഷൻ ഫ്രൂട്ടാണ് ഭയങ്കര ഇഷ്ടം. റോസ് പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ്, ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പം അതുകൊണ്ട് ഞാൻ റോസ് എന്ന് പറഞ്ഞ് കൊണ്ട് നട്ടതാണത് യെല്ലോ ആയത്. പക്ഷേ എങ്കിലും യെല്ലോ നല്ലോണം ഉണ്ടാകുന്നുണ്ട്. കാരണം ഒന്നാമത് ഈ താറാവെല്ലാം കിടക്കുന്നതിൻ്റെ അവിടെയല്ലേ, അപ്പം വളങ്ങളുണ്ട്. അപ്പോൾ വളങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് എപ്പോഴും വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പം ഒന്നും ഡ്രൈ ആയി പോകത്തില്ല, ഉണങ്ങിപ്പോകത്തില്ല. അപ്പം അങ്ങനെ നട്ടേക്കുന്നതാണ്. ഇത് റോസായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഒന്നുകൂടെ ഒന്ന് മുറ്റി ഇതാവട്ടെ. അപ്പം നമുക്കിത് കിളി അടിച്ചാലും പ്രശ്നമില്ല. റോസായി നല്ല പഴുത്തിട്ടാണ് കിളി അടിക്കുന്നതെന്നെങ്കിലും പ്രശ്നമില്ല. കാരണം കിളി അടിച്ചാലും നമുക്ക് കുറച്ച് വിത്ത് കിട്ടിയാൽ മതി. കാരണം നമ്മൾ അവർക്കുള്ളതും കൊടുക്കണമല്ലോ. ഇവർ ഈ കിളികളൊക്കെ എവിടെ പോയി ഭക്ഷണം കഴിക്കാനാ? നമുക്കാണേൽ ഒന്നുമില്ല, ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പറയാം, അയ്യോ എനിക്ക് ഇന്ന് ഭക്ഷണം കിട്ടിയില്ല, എനിക്ക് ഇന്ന് ഭക്ഷണം തരുമോ എന്ന് വീട്ടിലെ അമ്മേനോടോ അച്ഛനോടോ അല്ലെങ്കിൽ പുറത്ത് ആരിനോടോ നമ്മുടെ ഫ്രണ്ട്സിനോടോ ആരിനോടെങ്കിലും ചോദിക്കാം. പക്ഷേ കിളികൾ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിലുള്ളത് മാത്രമേ കഴിച്ച് ശീലിച്ചിട്ടുള്ളൂ, അവർക്കതേ അറിയുള്ളൂ. അപ്പം അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ഫുള്ള്, അല്ലെങ്കിൽ എനിക്കൊരു ചെടിയിൽ നിന്ന് മൊത്തം പറിക്കുന്ന ശീലം പണ്ടേ ഇല്ല. പൂക്കളാണെങ്കിലും എനിക്ക് മുല്ലപ്പൂ പറിക്കുവാണെങ്കിലും കുറച്ച് ആ ചെടിയിൽ നിർത്തിയേക്കണം. കാരണം വേറൊന്നുമല്ല, ചെടിക്ക് വിഷമം തോന്നരുതല്ലോ. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഫുള്ള് പറിച്ച് തീർക്കാറില്ല ഒന്നും. പിന്നെ ഇത് ഉണ്ടോ, കോവയ്ക്ക ഇവിടെ നിന്ന് മുറ്റി പോവാറായതാ. ഇവിടെ കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് മെഴുക്ക് വരട്ടാൻ. അപ്പം മെഴുക്ക് വരട്ടാനായിട്ട് അങ്ങനെ നട്ടതാണ്. എങ്കിലും അൺഎക്സ്പെക്റ്റ്ലി ഇടയ്ക്കിടയ്ക്ക് മണ്ടയിൽ കയറി വരുമ്പം ഒരു 4-5 കോവയ്ക്കൊക്കെ കിട്ടാറുണ്ട്. അതൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോണു. അപ്പം ഇപ്പം നോക്കിയപ്പോൾ വെറുതെ ഞാൻ അത് റോസായോ എന്ന് നോക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ സൈഡിൽ തൂങ്ങിക്കിടക്കുന്നു. അങ്ങനെ പറിച്ചതാണ് കോവയ്ക്ക. ഇതിന്ന് ഓവർഫ്ലോ ആയി, ഓൾറെഡി കുറേ വെള്ളം പോയി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പം വന്നിട്ട് മൂട്ടിൽ നനവെത്താത്തതിനെ എല്ലാത്തിനെയും വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇത് മൊത്തത്തിൽ വാടിപ്പോയ സാധനങ്ങളാണ്. പിന്നെ കുറച്ചധികം ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ കളക്ഷൻ ഉണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡുകളൊക്കെ പൂത്തു തുടങ്ങി. ഇതേ കണ്ടോ, പല 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 ഗ്രേഡിങ് ഉള്ളത്, പല പല കളേഴ്സ് ഉള്ളത് ഒക്കെ പൂത്തു വരുന്നു. നല്ല സൂപ്പർ കളേഴ്സൊക്കെ ഉണ്ട്. യെല്ലോ ഒക്കെ അതേ അവിടെ പൂത്തു തുടങ്ങി. നോർമൽ യെല്ലോ, ഹൈബ്രിഡ് യെല്ലോ എല്ലാം പൂത്തു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു മൂടാണ് ബൊഗെയിൻവില്ല. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരട്ടെ. എനിക്ക് ഇതിൻ്റെ എല്ലാം പേരുകൾ കാണാപ്പാടായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ വെച്ചാൽ എനിക്ക് നല്ല മറവിയുണ്ട്. അപ്പം മറവിയിൽ കുറേ കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ എല്ലാ റെക്കോർഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം പല പല ബൊഗെയിൻവില്ലയെ പറ്റി. ഞാൻ ഇനി ഒരു വീഡിയോയിൽ എൻ്റെ ബൊഗെയിൻവില്ല കളക്ഷൻ കാണിച്ചു തരുന്നുണ്ട്. ഓരോ ഇനവും അതിൻ്റെ പൂക്കളും ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരി, എന്നാൽ ശുഭദിനം.